പ്രിയമുള്ളവരെ, നിങ്ങളെ ഏവരെയും റേഡിയോ നിഷാദനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പലവട്ടം കണ്ടുകഴിഞ്ഞ ഒരു ചെറു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് ഈ ലക്കം റേഡിയോ നിഷാദൻ ആരംഭിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് ഇവനെ അടിച്ചെങ്കിൽ now you will be under suspension. Okay, കൊണ്ടുപോ. I don't want any officer, any policeman. നിന്റെ നമ്പർ എടുക്കും. 2028 ബൈജു. അടിക്കരുത് ഞാൻ പറഞ്ഞു, നീ കേട്ടില്ല. പിന്നെന്താടാ നിനക്ക്? 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോലീസുകാരൻ മേലുദ്യോഗസ്ഥനാൽ അപമാനിക്കപ്പെട്ട് കുനിഞ്ഞ ശിരസ്സുമായി തിരുവനന്തപുരം MG കോളേജ് ക്യാമ്പസിൽ നിന്നും പുറത്തേക്ക് വരുന്നു. കണ്ടില്ലേ ആ കാഴ്ച? നിങ്ങൾ കാണുന്തോറും ആ പോലീസ് മേധാവിയെ വല്ലാതെ വെറുത്തു പോകുന്നില്ലേ നിങ്ങൾ? അതെ, കൃത്യമായ അജണ്ടയോടെ അന്ന് MG കോളേജിൽ അരങ്ങേറിയ സെൻകുമാർ ഷോയെ കുറിച്ച് പ്രമുഖ ഓൺലൈൻ ന്യൂസ് പോർട്ടൽ നാരദ ന്യൂസിന്റെ സബ് എഡിറ്റർ പ്രഹ്ലാദ് സതീഷ് തിലകൻ തയ്യാറാക്കിയ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം അവതരിപ്പിക്കുന്നത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. സെൻകുമാർ ഷോയിലെ ഇര ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇവനെ അടിച്ചെങ്കിൽ now you will be under suspension. Okay, കൊണ്ടുപോ. I don't want any officer, any policeman. നിന്റെ നമ്പർ എടുക്കും. 2028 ബൈജു. അടിക്കരുത് ഞാൻ പറഞ്ഞു, നീ കേട്ടില്ല. പിന്നെന്താടാ നിനക്ക്? 2005 നവംബർ 24 തിരുവനന്തപുരത്തെ പ്രശസ്തമായ മഹാത്മാഗാന്ധി കോളേജിൽ ബിജു എന്ന ഒരു സാധാരണ പോലീസുകാരന്റെ അഭിമാനത്തിനു നേരെ അന്നത്തെ സൌത്ത് സോൺ IG TP സെൻകുമാർ തൊടുത്തുവിട്ട വാക്കുകളാണിത്. ഉടുപ്പിൽ കുത്തിയെടുത്ത് ഒരു പോലീസുകാരന്റെ അധികാരത്തിന്റെ ചിഹ്നങ്ങളായ തൊപ്പിയും നെയിം പ്ലേറ്റും സെൻകുമാർ തട്ടിയെറിയുമ്പോ തൊട്ടപ്പുറത്ത് പേരൂർക്കട CI മോഹനൻ നായർ കോളേജിനുള്ളിൽ നിന്നും ABVP പ്രവർത്തകർ വലിച്ചെറിഞ്ഞ ബോംബ് പൊട്ടി കാല് തകർന്നു കിടക്കുകയായിരുന്നു. അന്ന് കുനിഞ്ഞ ശിരസ്സുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന ബിജു എന്ന പോലീസുകാരനെ കേരളം മറക്കില്ല. ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ ചുമതലയുള്ള അദ്ദേഹം പഴയ കാര്യങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ABVPക്കാരെ മർദ്ദിക്കുന്നവർ പഴയ SFIക്കാരായിരിക്കുമെന്ന സ്വാഭാവിക ഊഹം പക്ഷെ ബിജുവിന്റെ കാര്യത്തിൽ തെറ്റും. ഒരു രാഷ്ട്രീയത്തിനോടും അടുപ്പമോ അകൽച്ചയോ ഇല്ലാതെ കുടുംബം പോറ്റാൻ ലഭിച്ച ജോലി വൃത്തിയായി ചെയ്തു തീർക്കണമെന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ബിജു. അന്നത്തെ സെൻകുമാറിന്റെ ഷോ മാനസികമായി തകർത്തുവെങ്കിലും പിന്നീട് അതിൽ നിന്നും മോചിതനായി തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുകയാണ് ബിജു. ഇന്നത്തെ സാഹചര്യത്തിൽ 2005 ആ സംഭവം വീണ്ടും വാർത്തകളിലൂടെ ഉയർന്നു വരുമ്പോഴും തനിക്കതിൽ യാതൊരു കാര്യവുമില്ലെന്ന നിലപാടിലാണ് ബിജു. അന്നത്തെ സംഭവം ബിജുവിന്റെ സഹപ്രവർത്തകരായിരുന്നവർ ഇന്നും ഓർക്കുന്നുണ്ട്. MG കോളേജിന് മുന്നിൽ ദിവസങ്ങളായി സംഘർഷം നടക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ശക്തമായ പോലീസ് സാന്നിധ്യം കോളേജിന് മുന്നിൽ നിലനിർത്തിയിരുന്നു. ഏത് നിമിഷവും പുറപ്പെടാൻ തയ്യാറായി 6 പേരടങ്ങുന്ന ഒരു സ്ട്രൈക്കർ വാഹനവും കന്റോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഈ 6 പേരിൽ ഒരാളായിരുന്നു ബിജു. ഇടയ്ക്കെപ്പോഴും ഒരു ചായ കുടിക്കാൻ ബിജു പുറത്തുപോയ സമയത്താണ് MG കോളേജിൽ നിന്നും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് സന്ദേശമെത്തുന്നത്. അക്രമി സംഘം കേശവദാസപുരത്തെ 6ഓളം കടകൾ അടിച്ചു തകർത്തു. കോളേജിനുള്ളിൽ മാരകായുധങ്ങളുമായി സംഘർഷത്തിനുള്ള പുറപ്പാടിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാണ്. എത്രയും വേഗമെത്തുക, ഇതായിരുന്നു സന്ദേശം. സന്ദേശമെത്തിയ ഉടൻ തന്നെ ചായ കുടിക്കാൻ പോയ ബിജുവിനെ കൂടാതെ സ്ട്രൈക്കർ വാഹനം കോളേജിലേക്ക് പാഞ്ഞു. ചായ കുടി കഴിഞ്ഞു വന്ന ബിജു പിന്നീടാണ് സംഭവം അറിയുന്നത്. തന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായതുകൊണ്ട് മറ്റൊന്നും ചിന്തിച്ചില്ല. ഒരു ഓട്ടോ പിടിച്ച് സംഭവ സ്ഥലത്തേക്ക് ചെന്നു. സംഘർഷത്തിനിടയിലൂടെ സ്ട്രൈക്കർ വാഹനത്തിൽ കയറിപ്പറ്റി തന്റെ ലാത്തിയും തൊപ്പിയും ഉൾപ്പെടെയുള്ളവ ധരിച്ച് പുറത്തിറങ്ങിയ ബിജു കാണുന്നത് പോലീസ് കോളേജിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നതാണ്. കോളേജിനുള്ളിൽ നിന്നുള്ള ബോംബേറിൽ CI മോഹനൻ നായരുടെ കാൽ തകർന്ന വാർത്തയും അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. കോളേജിനുള്ളിലേക്ക് കടന്നെത്തിയ പോലീസിന് നേരെ ശക്തമായ ആക്രമണമാണ് ABVP പ്രവർത്തകരിൽ നിന്നും ഉണ്ടായത്. കല്ലും കുപ്പികളും പറന്നു വന്നു. ഇതിനിടെ പോലീസിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ 2ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുവാനുള്ള ശ്രമവും ഉണ്ടായി. ഈ സമയത്താണ് IG സെൻകുമാർ അപ്രതീക്ഷിതമായി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. വിദ്യാർത്ഥികളെ മർദ്ദിക്കരുതെന്നും പോലീസ് പിന്മാറണമെന്നുമായിരുന്നു സെൻകുമാറിന്റെ ആവശ്യം. എന്നാൽ മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശം മറിച്ചായിരുന്നു. അതിനിടയിലാണ് സെൻകുമാറിന്റെ പിടി ബിജുവിനുമേൽ വീഴുന്നത്. കാത്തിരുന്ന പോലെ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ ആ സെൻകുമാർ ഷോ എന്ന മാടമ്പിത്തരം ഒപ്പിയെടുക്കുകയും ചെയ്തു. അന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ ക്ലാസ് മുറികളിൽ നിന്നും ബോംബും കമ്പിവടികളും വടിവാളും ഉൾപ്പെടെയുള്ള നിരവധി മാരകായുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിറ്റേന്ന് മാധ്യമങ്ങളൊന്നും അതിനെപ്പറ്റിയല്ല സംസാരിച്ചത്. വിദ്യാർത്ഥിയെ മർദ്ദിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത IG യുടെ ധീരകൃത്യത്തെപ്പറ്റിയായിരുന്നു.
അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അജണ്ട മനഃപൂർവ്വം നിശ്ചയിക്കപ്പെട്ട ഒന്ന് തന്നെയാണെന്നാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിൽ പലരും കരുതുന്നത്. RSSന്റെയും ABVPയുടെയും ശക്തി കേന്ദ്രമായ കോളേജിൽ സംഘർഷത്തിന്റെ പേരിൽ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെത്തിയതിനെക്കുറിച്ച് ഇന്നും പലരും സംശയത്തോടെയാണ് കാണുന്നത്. കോളേജിന് നേരെയുള്ള പോലീസ് നടപടികൾ നിർത്തിവെക്കുകയും അവിടെ നടന്ന റെയ്ഡിന് തടയിടുകയും ചെയ്യുക എന്ന ഉദ്ദേശമായിരുന്നു സെൻകുമാറിനുണ്ടായിരുന്നതെന്നും പലർക്കും സംശയമുണ്ട്. ഇത്രയും വലിയ ഒരു വിഷയത്തെ ബിജു എന്ന പോലീസുകാരന്റെ സസ്പെൻഷനിലൂടെ ഒതുക്കിത്തീർത്ത് മാധ്യമങ്ങളിൽ നിന്നും മറച്ചുപിടിക്കാനായി എന്നുള്ളതാണ് സെൻകുമാറിന്റെ വരവ് മൂലം അവിടെ സംഭവിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റതിന് പിന്നാലെ MG കോളേജ് സംഭവത്തെപ്പറ്റി പോലീസുകാർക്കിടയിൽ നിന്ന് തന്നെ സെൻകുമാറിനോട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അന്നത്തെ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠയുണ്ടോ എന്ന ചോദ്യത്തിന് ആ പോലീസുകാരൻ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടവൻ തന്നെയാണ് എന്നുള്ള വാദത്തിലാണ് സെൻകുമാർ ഉറച്ചു നിന്നത്. എന്നാൽ ആ സംഭവത്തിലല്ലാതെ മറ്റു വിഷയങ്ങളിൽ പോലീസുകാർക്കൊപ്പം നിന്ന ചരിത്രമാണ് മുൻ പോലീസ് മേധാവിക്കുള്ളതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. MG കോളേജിൽ പ്രത്യേക അജണ്ടയോട് തന്നെയാണ് സെൻകുമാർ ഇടപെട്ടതെന്നുള്ളതിന്റെ തെളിവാണിതെന്നും അവർ വിലയിരുത്തുന്നു. സെൻകുമാറിനെതിരെ പരാതി നൽകുവാൻ അവകാശവും അവസരവും ഉണ്ടായിട്ടും ബിജു എന്ന പോലീസുകാരൻ അതിനൊന്നും മുതിർന്നില്ല. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നീങ്ങുന്നതിൽ തികച്ചും പുതുമുഖമായ തനിക്കുള്ള പരിമിതി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ബിജു ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ ജോലിയിൽ തൃപ്തനാണ്. 98 ബാച്ചിൽ പോലീസ് സേനയിലേക്ക് കടന്നുവന്ന ഈ ചിറയൻകീഴ് സ്വദേശിക്ക് അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് യാതൊരു താൽപര്യവുമില്ല.